ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവായി ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാം. കുറേ ആൾക്കാരുണ്ടല്ലോ, ഞാൻ ആദ്യം മുതലേ വിൻറ്റേജ് ആയിട്ടും അതല്ലാതെ കുറച്ച് ക്യൂട്ട് എസ്തറ്റിക് തീമിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇനി കവായി തീമിൽ ചെയ്യുമെന്ന്. അന്നൊക്കെ ഞാൻ പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഫൈനലി ഇന്ന് നമ്മൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുറേ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു A4 പേപ്പർ എടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് പേപ്പറും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിന്റെ മുന്നേ വിൻറ്റേജ് ആയിട്ടും എസ്തറ്റിക് ആയിട്ടും ക്യൂട്ടായിട്ടും ഒക്കെ ഒരു മൂന്നാല് ജനറൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന ലോങ് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ജനറൽ സപ്ലൈസ് തന്നെയാണ് കേട്ടോ എക്സ്ട്രാ ക്യൂട്ട്, കാണാൻ നല്ല ഭംഗിയുള്ളത്. പിന്നെ കവായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ, അതിലുള്ള സപ്ലൈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോ ആദ്യത്തെ പാറ്റേൺ പേപ്പേഴ്സിൽ ഇതേപോലെ ഞാൻ ഗ്രിഡ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഗ്യാപ്പ് വിട്ട് ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യാട്ടോ. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യണത് ഈ ഒരു ഡോംസിന്റെ പേസ്റ്റൽ ബ്രഷ് ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. ഇനിയിപ്പോ നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ കളറൊക്കെ വെച്ചിട്ട് ചെയ്യാ, പക്ഷെ അത് ഉണങ്ങാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ കുറേ ടൈം അങ്ങനെ പോവും. ഇനിയിപ്പോ അതും അല്ലെങ്കിൽ നോർമൽ സ്കെച്ച് പെൻ ഒക്കെ വെച്ചിട്ടും ഇതേപോലൊക്കെ ചെയ്ത് നോക്കാട്ടോ. പക്ഷെ ഈ ഒരു പേസ്റ്റൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയാ, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ് ട്ടോ. പിന്നെ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കില് ഒരു 20 രൂപയെ അതല്ലെങ്കിൽ ഒരു 13 രൂപയെങ്കിലൊക്കെ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഓഫ്‌ലൈൻ ആയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 200 കൊടുക്കും വേണം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് കേറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കാം ട്ടോ. അടിപൊളിയാണ്. ഈ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു കവായി ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് പെന്ന് മേടിക്കുന്നത് മുതലാവും കേട്ടോ. ജേർണൽ ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെ കളറൊക്കെ അടിച്ചു കൊടുക്കാൻ ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പാറ്റേൺസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ അതേപോലെയൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിട്ടോ. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈസിയാണ് ചെയ്യാൻ. പിന്നെ ബ്രഷ് പെന്നോ കളറൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഡിസൈനിലുള്ള പാറ്റേൺസും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇപ്പൊ 6 പാറ്റേൺ പേപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തീരെ കണ്ട് ഇഷ്ടാവാതെ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു മേലെ കിടക്കണത് ഉണ്ടല്ലോ, ആ ഒരു ബ്ലാക്ക് ഗ്രിഡ് ലൈൻ വന്നിട്ട് അതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല, ഇനി പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ അങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല. ഇനി കവായി പേപ്പർ സ്റ്റാമ്പ് ഉണ്ടാക്കുക കേട്ടോ. അതായത് ഒരു പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക, അത് കട്ട് ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ സിക്സാക് പാറ്റേണിലൊക്കെ ഉള്ള കത്രിക ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവും. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാട്ടോ. ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക, എന്നിട്ട് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പല ഷേപ്പിലും ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാട്ടോ. അങ്ങനെ ഞാനിപ്പോ 4 ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പല ഡിസൈന് നോക്കിയിട്ട് കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റുട്ടോ. ഇതിന്റെ ബാക്കിൽ ഞാനൊരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുക, എന്നിട്ട് ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഇത് നമ്മളെ കവായ് സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് അതിൽ പല ഡിസൈനിലുള്ളതും വരും. അതിന്റെ കൂടെ തന്നെ നമുക്ക് കോഡ് സ്റ്റിക്കേഴ്സ് കാണാലോ. അപ്പൊ അത് നോക്കിയിട്ട് അതേപോലെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കോഡ് സ്റ്റിക്കേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അതിന്റെ ബാക്കിൽ ഇതേപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ട്രാൻസ്പെറന്റ് ഷീറ്റിന്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. അതാവുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പം അതിന് ഈസി ആയിട്ട് പറിച്ചെടുക്കാനും പറ്റും. സോ അടുത്തത് നമുക്ക് വാഷി ടാപ്പ് ഉണ്ടാക്കാം. കുറേ വാഷി ടാപ്പ് ഉണ്ടാക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിലും കുറെ ഉണ്ടാക്കിയിട്ട് ആർഭാടാക്കണ്ട വിചാരിച്ചിട്ട് 3 ഒതുക്കാ വിചാരിച്ചിട്ടോ. അപ്പൊ ആദ്യത്തേത് ഞാൻ ഇതേപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടമായത് അതിന്റെ ശേഷം ചെയ്തിട്ടുള്ള ഈ 2 കേട്ടോ. ഒന്ന് ഇതാണ്, ഇത് സിമ്പിൾ ആണ് ഡിസൈന്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള
കുറച്ച് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇതേപോലെ കുറച്ച് യെല്ലോ കളറ് ആദ്യം തന്നെ ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഹാർട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. സംഭവം മൂന്നും കാണാൻ രസമുണ്ട് ല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും അടിപൊളിയാക്കിയിട്ട് കുറേ ഡിസൈനിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പേപ്പർ സ്റ്റാമ്പ് ഉണ്ടാക്കിയല്ലോ. ഇനി നമുക്ക് ഇങ്ക് സ്റ്റാമ്പ് ഉണ്ടാക്കാം ട്ടോ. അപ്പൊ ഇതേപോലെ 2 മൂടി എടുക്കാം. 2 അല്ല, നിങ്ങൾക്ക് ഇനി കുറേ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറേ മൂടി എടുത്തോളി. പിന്നെ ഞാനിപ്പോ കാണിക്കുന്നത് ഈ മൂടി ഒന്ന് പൊതിയാണ് ട്ടോ. അതായത് ഇത് ഫുൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കവറിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടൈം ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കവറിങ് ചെയ്യാതിരിക്കുക ട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇതേപോലെ ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത് ഇതേപോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതെടുക്കുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക ട്ടോ. ഞാനിതിൽ ഒരു ലീഫും പിന്നെ അതേപോലെ തന്നെ ഹാർട്ടിന്റെ ഷേപ്പിലും ഒരു ഹാർട്ടുമാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതേപോലെ ക്ലൗഡ് പിന്നെ എന്തൊക്കെ കുറേ ഉണ്ട്. ഫ്ലവറിന്റെ ഷേപ്പിൽ ഉണ്ടാക്കാം, ഫ്രൂട്ട്സിന്റെ ഷേപ്പിൽ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ആ ഒരു ഗ്ലിറ്റർ ഭാഗം വരുന്നിടത്ത് നോക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ കളറാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ട്ടോ. ഞാനിപ്പോ ബ്രഷ് പെൻ ആണല്ലോ യൂസ് ചെയ്തത്. ഇത് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടോ അതല്ലാതെ നമ്മളെ സാധാ നോർമൽ വാട്ടർ കളറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കവായ് സ്റ്റിക്കേഴ്സും കൂടി ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതേപോലെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ പിൻട്രസ്റ്റിൽ കിട്ടാനുണ്ടാവും ട്ടോ. അതൊക്കെ നോക്കിയിട്ട് വരയ്ക്കുക. അതല്ലെങ്കിൽ നമുക്ക് കളർ പ്രിന്റ് എടുക്കും ചെയ്യാം ട്ടോ. ഇനി ഞാൻ അതൊക്കെ ഈ ഒരു പേപ്പറിൽ ജസ്റ്റ് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വരയ്ക്കാൻ അറിയാത്തവർക്ക് നമ്മളെ ഫോണിന്റെ സ്ക്രീനിൽ വെച്ചിട്ട് വരയ്ക്കണായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും. അപ്പൊ അതേപോലെയൊക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് കളർ ചെയ്യുക, കട്ട് ചെയ്യുക. പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യൽ എങ്ങനെയാണ്, ആ ഒരു സെല്ലോ ടാപ്പ് മേലെ കവറിങ് വരും, അടിയിൽ ബട്ടർ പേപ്പറും. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യണേ ഇല്ല കേട്ടോ. ഞാൻ ഇതിന്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റിക്കർ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ അല്ലാതെ ജസ്റ്റ് ബാക്കിൽ ഇതേപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് തേച്ചിട്ട് ഒരു ബട്ടർ പേപ്പറിന് മേലെ ഒട്ടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. ഇത് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പറിച്ചിട്ട് വേറെ പശ വെച്ചിട്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം അപ്ലൈ ചെയ്തിട്ടോ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 2 കവായ് സ്റ്റിക്കേഴ്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ജേണൽ സപ്ലൈസ് ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നേ ഒരു 4 ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതും ഈ ഒരു ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. കവായി അല്ല, ഓരോന്നും ഓരോരോ തീമിലാണ്. അപ്പൊ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് വേണം ഇതേപോലെ ഇനിയും ഡോട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക, ലാബിൾസ് ഉണ്ടാക്കുക, അങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. അപ്പൊ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മളിപ്പോ ഈ ഉണ്ടാക്കിയിട്ടുള്ള ജേണൽ സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ജേണൽ കൂടി ചെയ്യണ്ടേ? അപ്പൊ ഞാനിപ്പോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സും കോഡ് സ്റ്റിക്കേഴ്സും അതേപോലെ സ്റ്റിക്കേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജേണലിങ് ചെയ്യാന്ന് വിചാരിച്ച്. അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊരു ഐഡിയ ഒന്നും നോക്കിയിട്ട് ചെയ്യൊന്നല്ല, ഇപ്പൊ തോന്നിയ ഐഡിയക്ക് ചെയ്യാണ് കേട്ടോ. അധികം ആലോചിച്ച് നോക്കി ടൈമും വേസ്റ്റ് ആക്കേണ്ട, തല പിണ്ണാക്കാക്കും വേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്കത് ചെയ്യാം. അപ്പൊ ഇത് സിമ്പിൾ അല്ലേ? കാണാനും നല്ല ഭംഗിയുണ്ട്. വേഗം പോയിട്ട് ഉണ്ടാക്കി നോക്കിട്ടോ. അതിനു മുന്നേ ഈ വീഡിയോ ലൈക്ക് ചെയ്യാന്, കമന്റ് ചെയ്യാന് ഒന്നും മറക്കണ്ട. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.